എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ കഴിഞ്ഞ തവണ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയപ്പോൾ രാഹുൽ നേരിട്ട പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, ഹിന്ദി ഹൃദയഭൂമിയിൽ പരാജയം മണത്ത് രാഹുൽ ഗാന്ധി ഒളിച്ചോടിയിരിക്കുന്നു, അവസാനം ഒരു ഷുവർ സീറ്റായിട്ടുള്ള വയനാട്ടിൽ അഭയം തേടിയിരിക്കുന്നു. അപ്പോൾ ബി ജെ പി വെല്ലുവിളിച്ചതൊക്കെ ഹിന്ദി ഹൃദയഭൂമിയിൽ വന്ന് നിങ്ങളുടെ കരുത്ത് തെളിയിക്കൂ എന്നുള്ളതാണ്. അത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇത്തവണ ആ ചലഞ്ച് ഏറ്റെടുക്കുകയും അതിൽ വിജയം കൈവരിക്കാനും കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആക്ഷേപത്തിൻ്റെയോ ആരോപണത്തിൻ്റെയോ ഒന്നും ഭാരമില്ലാതെ പ്രിയങ്ക ഗാന്ധിക്ക് കുറെ കൂടി ആത്മവിശ്വാസത്തോടു കൂടി അവരുടെ കന്നി തെരഞ്ഞെടുപ്പ് പയറ്റാൻ കഴിയും. പക്ഷെ അപ്പോഴും കുടുംബവാഴ്ച എന്ന് കോൺഗ്രസിനെതിരെ കാലാകാലങ്ങളിൽ ബി ജെ പി ഉന്നയിക്കുന്ന ആക്ഷേപം പ്രിയങ്കയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തോടെ ഒരിക്കൽ കൂടി അവർ സജീവമായി ഉയർത്തിക്കൊണ്ടുവരില്ലേ? അതിനെ പ്രതിരോധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കോൺഗ്രസിനുണ്ടാകുമോ വയനാട്ടിൽ? ഇല്ല ഗോപി, ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നോർത്ത് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി നേരെ ബി ജെ പി ആയിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്നുള്ള കാര്യം. രണ്ട്, കുടുംബവാഴ്ച. രണ്ടിനും കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട്. ഞാൻ പറയുന്നത്, ഈ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, വ്യക്തി അധിക്ഷേപങ്ങളിൽ അത്രത്തോളം ബി ജെ പിയുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പടച്ചുവിടുന്ന കള്ളങ്ങൾക്ക് മുമ്പിൽ അത്രത്തോളം പതറിയ ഒരു നന്മയുള്ള ഒരു മനുഷ്യനായിരുന്നു രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെ ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ആരും തന്നെ കണ്ടിട്ടില്ല. ഇപ്പോഴും ഈ രാജ്യം കണ്ട ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നന്മയോടുകൂടി ആളുകളുമായിട്ട് സംവദിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. ആ മനുഷ്യന് പോരാടാനുള്ള എനർജി നൽകിയ, ഊർജം നൽകിയ മണ്ണാണ് വയനാട്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച വയനാടിന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയാണ് വിട്ടുകൊടുക്കുന്നത്. രാഹുൽ ഗാന്ധി മാത്രമല്ല, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇനി വയനാട്ടിൽ ഉണ്ടാകുമെന്നുള്ള സാക്ഷ്യപ്പെടുത്തലാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തെളിയിക്കപ്പെടുന്നത്. ഒന്ന്, പ്രിയങ്ക ഗാന്ധിയിൽ നമ്മൾ കാണുന്നത് ഇന്ദിരാ പ്രിയദർശിനിയുടെ മുഖമാണ്. എവിടെ ഹത്രാസിലേക്ക് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളെ, പാവപ്പെട്ട പെൺകുട്ടികളെ തേടിച്ചെന്ന പ്രിയങ്ക ഗാന്ധി, ലഖിംപൂർ ഖേരിയിലെ കർഷകരെ വണ്ടി കയറ്റിക്കൊന്ന ബി ജെ പിക്കാർക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ആ കർഷകരെ തേടിച്ചെന്ന പ്രിയങ്ക ഗാന്ധി, ഈ ഇന്ത്യയുടെ നെടുകയും കുറുകയും രാഹുൽ ഗാന്ധിയോടൊപ്പം പദയാത്രയുമായിട്ട് മണിപ്പൂരിലേക്കും ലഖിംപൂർ ഖേരിയിലേക്കും കർഷകരെയും പാവപ്പെട്ട മനുഷ്യരെയും സ്ത്രീകളെയും തേടിച്ചെന്ന ആ പോരാടാൻ തയ്യാറായിട്ടുള്ള ആ പെൺകുട്ടിയാണ് വയനാട്ടിൽ നിന്ന് ജനവിധി തേടാൻ വരുന്നത്. നമ്മളൊന്ന് കാണേണ്ടത്, ഈ മോദിയുടെ 56 ഇഞ്ച് നെഞ്ചിന് നേരെ വിരൽ ചൂണ്ടി പ്രസംഗിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഒരു വാചകം പോലും നേരിട്ട് എതിർക്കാൻ ബി ജെ പിക്കോ നരേന്ദ്രമോദിക്കോ നാളിതുവരെ സാധിച്ചിട്ടില്ല. അവർ ഉയർത്തിവിട്ട ആക്ഷേപങ്ങൾക്കോ ആരോപണങ്ങൾക്കോ വാക്ശരങ്ങൾക്കോ മുമ്പിൽ നരേന്ദ്രമോദി ഓടി ഒളിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പോരാടാനിറങ്ങിയ ആ പെൺകുട്ടിയെ വയനാടിന് സമ്മാനിക്കുമ്പോൾ രാഹുൽ ഗാന്ധി നൽകുന്ന കൃത്യമായിട്ടുള്ള സന്ദേശമുണ്ട്. വടക്ക് നിന്ന് രാഹുൽ ഗാന്ധിയും തെക്ക് നിന്ന് പ്രിയങ്ക ഗാന്ധിയും നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടന്നു കയറുമ്പോൾ നരേന്ദ്രമോദിയുടെ ആ പഴയ ലൊടുക്ക് വിദ്യകളൊന്നും ഇനി ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങാൻ പോകുന്നില്ല. കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി പറയിപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ രണ്ടാമത്തെ നിങ്ങൾ പറയുന്ന കുടുംബവാഴ്ചയാണ്. LDF സ്ഥാനാർത്ഥിയായിട്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത് ആനി രാജയാണ്, അല്ലെ? CPIയുടെ ഉന്നത നേതാവിൻ്റെ ഭാര്യയാണ്. ഇവിടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വിജയേന്ദ്രയോ അങ്ങനെ എന്താണ് പേര്, യെദ്യൂരപ്പയുടെ മകനാണ്. അപ്പോൾ ഓരോ സംസ്ഥാനത്തും BJPക്കും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ മക്കളും മരുമക്കളും ബന്ധുക്കളും ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ സ്ഥാനാർത്ഥികളാകാം, രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിലൊക്കെ വരാം. രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ ഒരു കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് വരുമ്പോൾ മാത്രം ഈ രാജ്യത്ത് ഉയർന്നു കേൾക്കുന്ന ഒരു വാക്കാണ് കുടുംബ വാഴ്ച എന്ന്. ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവിതവും ജീവനും സമർപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഗാന്ധി കുടുംബവും നെഹ്റു കുടുംബവുമാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് മറ്റാരേക്കാളും മുമ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടും ജനങ്ങളോട് സംവദിക്കാനുള്ള അവകാശം അവർക്കുണ്ടെന്നുള്ള ഉത്തമ ബോധ്യം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി വരുന്നത് കുടുംബവാഴ്ചയായിട്ട് കാണാൻ പാടില്ല. എനിക്ക് മുമ്പേ സംസാരിച്ച നീലകണ്ഠൻ സാറ് പറഞ്ഞതുപോലെ ഈ കേരളത്തിൽ നിന്ന് ഒരു വനിതാ MP പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നു. ഈ രാജ്യത്തെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട്, മണിപ്പൂരിലെ കണ്ണീരുണങ്ങാത്ത പെൺകുട്ടികൾക്കും അമ്മമാർക്കും വേണ്ടിയിട്ട് സംസാരിക്കാൻ വയനാട്ടിൽ നിന്നൊരു MP വരികയാണ് പ്രിയങ്ക ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിലേക്ക്. അതിനെ അങ്ങനെ വേണം നമ്മൾ കാണാൻ. അല്ലാതെ കുടുംബവാഴ്ച എന്ന് പറഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് BJPക്കാരും അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരും ഉയർത്തിവിടുന്ന ഈ വ്യാജ ആരോപണത്തിൽ ഒതുങ്ങി നിൽക്കാൻ പാടില്ല. കേരളത്തിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെയോ എത്രയോ നേതാക്കന്മാരുണ്ട്, BJPയുടെ എത്രയോ നേതാക്കന്മാരുണ്ട്, അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പേരിൽ വരുന്നത്. ഈ അടുത്ത കാലത്ത് പത്മജ വേണുഗോപാലിനെ BJPയിലേക്ക് കൈപിടിച്ച് കയറ്റിയപ്പോൾ അവർ പറഞ്ഞത് കരുണാകരന്റെ മകളെ കൊണ്ടുപോയി എന്നല്ലേ?
അങ്ങനെയല്ലേ പറഞ്ഞേ? എന്തുകൊണ്ടാണ് കരുണാകരന്റെ മകളെ എന്ന് അവർ അഭിസംബോധന ചെയ്യുന്നത്? അല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ വന്നു എന്ന് പറഞ്ഞാൽ പോരെ? അതുകൊണ്ട് തന്നെ ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവരുടെ ലെഗസി കൂടി ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ലെഗസി എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെയാണ്, ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. ഈ രാജ്യത്ത് നാളിതുവരെ പ്രിയങ്ക ഗാന്ധി ഉയർത്തിവിട്ടുള്ള ഒരു പ്രസംഗമോ ഒരു വാക്കോ നരേന്ദ്രമോദിക്ക് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. ഈ രാജ്യത്തെ ഏറ്റവും ശക്തയായിട്ടുള്ള, ഏറ്റവും പോരാടാൻ തയ്യാറായിട്ടുള്ള ഒരു പെൺകുട്ടിയെയാണ്, ഒരു സ്ത്രീയെയാണ് ഞങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് വിജയിപ്പിച്ച് കയറ്റാൻ വയനാട്ടിലേക്ക് മുമ്പിലേക്ക് വെക്കുന്നത്. വയനാടുകാരുടെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ഹൃദയം തന്നെ വയനാട്ടുകാർക്ക് പകർത്ത് നൽകുന്ന കാഴ്ചയാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കാണാൻ കഴിയുന്നത്.